ഹലോ പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര കൂരുമല എന്ന സ്ഥലത്തേക്കാണ്. എറണാകുളം ജില്ലയിലെ ഇലഞ്ഞിയിൽ പാമ്പാക്കട ഉള്ള സ്ഥലമാണ് കൂരുമല. അപ്പോൾ ഇവിടെ ഇങ്ങനെ പാർക്കിംഗ് സ്പേസ് ഉണ്ട് കേട്ടോ. പാർക്കിങ്ങിന് ചെറിയൊരു ഫീസൊക്കെ അവർ ചാർജ് ചെയ്യുന്നുണ്ട് കേട്ടോ. പാർക്കിങ്ങിൻ്റെ അടുത്ത് തന്നെ ഒരു അഗസ്ത്യ ക്ഷേത്രം ഉണ്ട് കേട്ടോ. നമ്മൾ ഈ കൂരുമലയുടെ ഏറ്റവും ടോപ്പിലായിട്ടൊരു ചർച്ച് ഉണ്ട് കേട്ടോ. അതിന് പേര് CSI സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചാണ്. അപ്പോൾ അവരാണ് ഈ പേയ്മെൻറ്റ് ഇവിടെ നിന്ന് കളക്ട് ചെയ്യുന്നത്. പാർക്കിങ്ങിൻ്റെ സൈഡിലുള്ള ഈ റോഡിലൂടെ മുകളിലേക്ക് കയറി പോകണം കേട്ടോ, കൂരുമലയിൽ എത്തിച്ചേരാൻ. ചില ആൾക്കാർ ബൈക്കിലും പോകാറുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു കയറ്റാണ് അത്. പോകുന്ന വഴിയുടെ സൈഡിൽ ഇതേപോലെ പൂമരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെമ്പകം പാല എന്നൊക്കെയാണ് പല നാടുകളിൽ ഇത് പറയുന്നത്. ഇത് നല്ല ഭംഗിയാണ്, ഒത്തിരി പൂക്കളുണ്ട്. നമുക്ക് ക്യാമറയിൽ അത്ര വിസിബിൾ അല്ല, പക്ഷെ നേരിട്ട് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ. കയറി പോകുന്ന വഴിയിൽ ഇത് കണ്ടോ, റോഡ് സൈഡിൽ ഇലമുളച്ചി എന്ന് കേട്ടിട്ടില്ലേ? ഇലമുളച്ചിയുടെ പൂവാണ് അത്. നമ്മൾ പണ്ട് കുട്ടിക്കാലത്തൊക്കെ നെറ്റിയിലിങ്ങനെ കുത്തി പൊട്ടിക്കില്ലായിരുന്നോ? ഇന്ന് കണ്ണനും കൂടെ പോന്നിട്ടുണ്ട് കേട്ടോ. കണ്ണൻ ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് നോക്കുന്നതാണിത്. ഇവിടെ എത്താറാകുമ്പോൾ ഒരു എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. അത് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. എന്നിട്ട് ഈ സൈഡ് വഴിയുള്ള വഴിയിലൂടെ മുകളിലേക്ക് കയറി പോകണം. ഇവിടുത്തെ പ്രവേശന ടൈമൊക്കെ ഇവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ 6 മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. 7 മണി വരെയൊക്കെ എന്തായാലും വരാം കേട്ടോ. നമ്മളിങ്ങനെ നടന്ന് കുറച്ച് ഒരു പകുതി എത്തുമ്പോഴത്തേക്കും അവിടെ ഒരു പുൽക്കൂട് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ഒരു സെൻറ്റ് മേരിയുടെ ഒരു ചെറിയൊരു പ്രതിമ പോലെയുണ്ട്. ഇതിൻ്റെ നൈറ്റ് വ്യൂ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഞങ്ങളൊരു ദിവസം വന്നതാണ് ഇവിടെ. ക്രിസ്മസിന് എന്തോ റെഡിയാക്കിയതാണെന്ന് തോന്നുന്നു. ക്രിസ്മസിന് വേണ്ടി റെഡിയാക്കിയ ഒരു പുൽക്കൂട് പോലത്തെ ഒരു സംഭവമാണ്. പോകുന്ന വഴിയരികിലെല്ലാം ഇങ്ങനെ പൂമരങ്ങൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഇതൊക്കെ കണ്ട് ഈ കാഴ്ചയൊക്കെ കണ്ട് നടന്ന് മുകളിലേക്ക് പോകാൻ നല്ല രസവും നല്ല കാറ്റൊക്കെയാണ് ഇവിടെ. അപ്പോൾ നേരിട്ട് തന്നെ വന്ന് നിങ്ങൾ എൻജോയ് ചെയ്യാൻ നോക്കണം മാക്സിമം. അത്ര ദൂരമൊന്നുമല്ല, എറണാകുളത്തു നിന്ന് ഒന്നും അത്ര ദൂരമൊന്നുമില്ല. എറണാകുളത്തു നിന്ന് അറൗണ്ട് ഒരു 25 കിലോമീറ്റർ, പിറവത്തുനിന്ന് ഒരു 6 to 7 കിലോമീറ്റേഴ്സ് ഒക്കെ ഉള്ളൂ ഇങ്ങോട്ടേക്ക് എത്താൻ. ഇതിൻ്റെ ടോപ്പിലെത്തിയാൽ ഇവിടെ ഒരു വഴിയമ്പലം പോലെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അവിടെ അതിൻ്റെ അകത്ത് കയറിയിരിക്കാം. അതേപോലെ ഒരു വാച്ച് ടവർ ഉണ്ട്. കൂരുമലയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പടവുകൾ കയറി, അതായത് ഈ വാച്ച് ടവർ കയറി ഇങ്ങനെ മുകളിലെത്തി കഴിയുമ്പോഴത്തേനും എത്ര മനോഹരമായ ഒരു കാഴ്ചയും എന്തൊരു കാറ്റും എന്നറിയാം. ഭയങ്കര കാറ്റാണ് ഇവിടെ നിൽക്കുമ്പോൾ. ശരിക്കും സൺസെറ്റും സൺറൈസും ഒക്കെ കാണാനായിട്ടാണ് നമ്മളിവിടെ വരേണ്ടത്. ആ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള അത്ര മനോഹരമായ ഒരു കാഴ്ചകളും, അതുപോലെ ഇവിടെ നിന്നുള്ള കാറ്റ് നല്ല അടിപൊളി കാറ്റാണ്. നമ്മൾ AC ഇരിക്കുന്ന പോലത്തെ കാറ്റാണ്. അതിനേക്കാളും മേളിൽ നല്ല കാറ്റാണ് ഇവിടെ ഉള്ളത്. ഈ കാറ്റടിച്ച് ഇങ്ങനെ കുറേ നേരം ഇവിടെ നിന്നു. ഞങ്ങൾ കുറേ നേരം ഇവിടെ നിന്നു. ഇങ്ങനെ എത്ര നേരം വേണമെങ്കിലും നമുക്ക് നിൽക്കാൻ തോന്നും, അവിടുന്ന് പോരാൻ തോന്നില്ല. അത്രയ്ക്ക് മനോഹരമാണ് ഇവിടെ നിന്നുള്ള ഈ വ്യൂവും, ഈ ഇവിടെയുള്ള ഈ നിൽപ്പും, ഈ കാറ്റും, ഇളം കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. മനോഹരമാണ് ഇവിടെ. ഇതിൻ്റെ ടോപ്പിൽ നിന്ന് നോക്കിയാൽ എറണാകുളം ഷിപ്പ്യാർഡ് വരെ കാണാമെന്നാണ് ഇവിടെയുള്ളവരൊക്കെ പറയുന്നത്. അതേപോലെ കോട്ടയം ജില്ലയുടെ ചില ഭാഗങ്ങൾ, ഇടുക്കി ജില്ലയുടെ ചില ഭാഗങ്ങളൊക്കെ ഇതിൻ്റെ ടോപ്പിൽ നിന്നാൽ നമുക്ക് കാണാം.
ഇവിടെ വന്നു കഴിഞ്ഞാൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും മൊത്തം പൂമരങ്ങളാണ് കേട്ടോ ചുറ്റുവട്ടത്തൊക്കെ ഉള്ളത്. അതേപോലെ ഋതുക്കൾ മാറുന്നതനുസരിച്ച് ഭൂപ്രകൃതിയിലും മാറ്റങ്ങളുണ്ട്. മഴക്കാലത്ത് വന്നാൽ നല്ല ഗ്രീനറിയാണ്. ഇപ്പോൾ വേനലായിട്ട് കുറച്ച് വാടിയിട്ടൊക്കെ ഉണ്ട്, പക്ഷേ അത് വേറൊരു മൂഡാണ് കേട്ടോ. ഇവിടെ വന്ന് തന്നെ അത് ആസ്വദിക്കണം. പിന്നെ ഇവിടെ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമുക്ക് ഇരിക്കാനുള്ള ഒരു ഇതാണിത്. ഈ നിർമ്മിതി എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. അകലെ നോക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു വിഷ്വൽ ഭയങ്കര, ഫോട്ടോയിലൊക്കെ ഭയങ്കര വിഷ്വലായിരിക്കും. ഒരു പുരാതന ഒരു പള്ളിയാണിത്. ഈ പള്ളി ഭയങ്കര രസമായിട്ടാണ് പണിത് വെച്ചിരിക്കുന്നത്. എന്ത് രസമാണ്, ഒരു ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ അറ്റ്മോസ്ഫിയറാണ് കേട്ടോ അവിടെ. ഇത് പള്ളിയുടെ അപ്പുറ സൈഡാണ് കേട്ടോ. ഇവിടെ വന്നാലും ധാരാളം മരങ്ങൾ, പൂമരങ്ങളൊക്കെ ധാരാളം ഇവിടെയുണ്ട്. ഫോട്ടോഗ്രാഫിയൊക്കെ നല്ലതാണ്. ഞങ്ങളൊരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയാണ്. ഞങ്ങളപ്പോൾ സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കാൻ ഇവിടെ വരാറുണ്ട്. അടിപൊളിയാണ്. ഇവിടെ നിന്ന് സൺസെറ്റ് കാണാൻ ഭയങ്കര ബ്യൂട്ടി ആട്ടോ. സൂര്യൻ ഇങ്ങനെ ചുമന്ന കളറിൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആൾക്കാർ കൂടുതൽ എത്തുന്നത് വൈകിട്ട് സമയങ്ങളിലാണ്. സൺഡേ ആണെങ്കിൽ പോലും വൈകിട്ടാണ് ഇവിടെ ആൾക്കാർ കൂടുതലായിട്ട് എത്തുന്നത്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ അവിടെ മണിച്ചേട്ടൻ്റെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങ് ചെന്നപ്പോൾ അവിടെ അനൂപ് എന്ന് പറഞ്ഞൊരു ചേട്ടനെ പരിചയപ്പെട്ടു. അവരുടെയൊക്കെ പൂർവികരുടെ സ്ഥലമൊക്കെയാണ് മുകളിൽ ഇപ്പോൾ വിട്ടുകൊടുത്തിട്ട് ആ ടവറൊക്കെ നിർമ്മിച്ചതാണ് പുള്ളി പറയുന്നത്. അത് സത്യമാണോന്നൊന്നും അറിയില്ല, പുള്ളി അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ ഒരു ഡിഫൻഡർ മുകളിലേക്ക് കയറ്റുമായിരുന്നു. എല്ലാവരും ഒന്നും ധൈര്യപ്പെടില്ല കാറ് മുകളിലേക്ക് കയറ്റാൻ, പക്ഷെ ഇവർ കയറ്റി കേട്ടോ. അപ്പോൾ കൂരുമലയുടെ ഇന്നത്തെ നമ്മളുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്, കൂരുമലയിലേക്കുള്ള യാത്ര. അപ്പോൾ ഇന്നൊരു അടിപൊളി വിഷ്വൽസാണ് നിങ്ങൾ കണ്ടത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെ അടിപൊളി കാഴ്ചകളുമായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ തിരിച്ചെത്തും. അതുപോലെ നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഇത് ടിൻ ട്രാവലേഴ്സാണ്. ഓക്കെ, ബൈ ബൈ.